ഹഫ്സ കൊണ്ടുള്ള നല്ലൊരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം വത്തക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു പാക്കറ്റ് പാൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റൂ ഹഫ്സയാണ്. എല്ലാവർക്കൊന്നും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ഈ രീതിയിൽ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചാൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കണ്ടു നോക്കാം. വത്തക്ക അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിലുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു അരക്കപ്പ് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടിച്ച് വെച്ചിട്ടുള്ള ഈ വത്തക്കയുടെ വെള്ളത്തിലേക്ക് നമ്മൾ പാലാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാലിൻ്റെ 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കസ്കസാണ്. ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റൂ ഹഫ്സയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം റൂ ഹഫ്സ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള വത്തക്കയാണ്. വത്തക്ക കഷ്ണം കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ ഒരു കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ റൂ ഹഫ്സ കൊണ്ടുള്ള വത്തക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ സൽക്കാരങ്ങളിലും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. റൂ ഹഫ്സയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കഴിച്ചു പോകും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.